ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ജനവികാരം മനസ്സിലാക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും അധികാരത്തിൻ്റെ ആലസ്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണതലത്തിലിരിക്കുന്ന ഭരണം കൈയാളുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ജനങ്ങളുമായുള്ള കണക്റ്റ് നഷ്ടമായി പോകാറുമുണ്ട്. അങ്ങനെ ജനങ്ങളുമായി കണക്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നവരാണ് ജനവികാരം ഏത് എന്ന് കൃത്യമായി തിരിച്ചറിയാതെ ഇതാണ് ജനവികാരമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജനവിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത്. ഇത്തരക്കാർ അവരുടെ നയവൈകല്യങ്ങൾ അവർക്ക് മാത്രമല്ല അവർ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പോലും വലിയ ബാധ്യതയായി തീരുകയും തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തോൽവികൾ സമ്മാനിക്കുകയും ചെയ്യും. ഇതിനുള്ള ഒരു ക്ലാസിക് ഉദാഹരണമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങിയ CPM-നും ഇടതുമുന്നണിക്കും ഏൽക്കേണ്ടി വന്ന കനത്ത പരാജയം. എന്നാൽ ഈ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും CPM-ന് തെറ്റുതിരുത്തുവാൻ കഴിയാതെ പോകുന്നത് പിണറായി വിജയൻ തന്നെ നേതൃസ്ഥാനത്ത് തുടരുന്നതിനാലാണ്. പിണറായി വിജയൻ തന്നെയാണ് ഈ പരാജയത്തിൻ്റെ കാരണക്കാരനെന്ന കൃത്യമായ വിലയിരുത്തലിലേക്ക് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പോലും എത്തിയിട്ടുണ്ടെങ്കിലും പിണറായിയെ ഈ കസേരയിൽ നിന്ന് ഇറക്കി വിടുവാൻ കെൽപ്പുള്ള ആരും ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ അധികാര സ്ഥാനത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുകയും അത് പാർട്ടിക്ക് വലിയ ബാധ്യതയായി മാറുകയുമാണ് ചെയ്യുന്നത്. ജനവികാരം മനസ്സിലാക്കാതെയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഏറ്റവും പുതുതായി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റ്. വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഓണക്കാലത്ത് പരാജയപ്പെട്ടു എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് കണ്ണീരോണമാണ് എന്നുമെല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പിണറായി തൻ്റെ പേഴ്സണൽ പേജിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതിനെതിരെ ജനങ്ങൾ പൊങ്കാലയിടുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിലെ ഈ ഓണക്കാലത്തുള്ള ഏറ്റവും വലിയ കൗതുകം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി കേരളം ഭരിച്ച ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നൊന്ന് പരിശോധിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഓണക്കാലത്ത് വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും UDF സർക്കാർ നോക്കുകുത്തിയായി ഇരിക്കുകയാണ്. വിപണിയിൽ ഇടപെടേണ്ട സർക്കാർ ഇടനിലക്കാരുടെ ചൂഷണത്തിന് ജനങ്ങളെ എറിഞ്ഞു കൊടുക്കുന്ന ജനദ്രോഹ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് ഇത് അക്ഷരാർത്ഥത്തിൽ കണ്ണീരോണമായി മാറിയിരിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം കുറച്ചുകൂടി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണ് ഇന്നുള്ളത്. അരി, പച്ചക്കറി, വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയവയ്ക്ക് ദിനം പ്രതി വില കുതിച്ചു വരുന്നു എന്ന ആരോപണമാണ് പിണറായി ഉന്നയിക്കുന്നത്. അരിക്ക് കിലോയ്ക്ക് 15 രൂപയിലേറെ വർദ്ധിച്ചു എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഓണത്തിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഏത്തൻ, പൂവൻ തുടങ്ങിയ പഴങ്ങൾക്ക് 100 മുതൽ 150 രൂപ വരെ കടക്കുന്ന സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ LDF ഭരണകാലത്ത് വിപണി ഇടപെടലിന് പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. 2016 മുതൽ 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ വില വർദ്ധിച്ചിരുന്നില്ല എന്നും പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 10ാം വർഷം അവസാനമാണ് സബ്സിഡി നിരക്കിൽ നാമമാത്രമായ വർധനവ് വരുത്തിയതെന്നും അദ്ദേഹം പറയുന്നു. വെളിച്ചെണ്ണയ്ക്കും മുളകിനും ഇരട്ടി സബ്സിഡി നൽകിയെന്നും പൊതുവിപണിയേക്കാൾ പകുതി വിലക്കുറവിൽ അന്ന് സാധനങ്ങൾ ലഭ്യമാക്കിയിരുന്നു എന്ന അവകാശവാദവും പിണറായി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്ന് മാത്രമല്ല ഉള്ളവയ്ക്ക് തീ വിലയാണെന്നും പിണറായി വിജയൻ പറയുന്നു. മുൻഗണന ഇതര വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ അരിയുടെ വില 10.90 രൂപയിൽ നിന്ന് 26 രൂപയായി കുത്തനെ കൂട്ടിയെന്നും അളവ് വെട്ടിക്കുറച്ചതിന് പുറമെ വിതരണം ചെയ്യുന്നത് തീരെ ഗുണനിലവാരമില്ലാത്ത അരിയുമാണ് എന്ന ആരോപണവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മുൻഗണനാ വിഭാഗങ്ങൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകി വന്നിരുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണം അവതാളത്തിലായി എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. 6 ലക്ഷത്തിലേറെ കിറ്റുകൾ വിതരണം ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇതുവരെ നൽകിയത് 1.5 ലക്ഷത്തിൽ പരം കിറ്റുകൾ മാത്രമാണ് എന്നും പിണറായി ചൂണ്ടിക്കാട്ടുന്നു. ഹോർട്ടികോർപ്പ് വഴിയുള്ള പച്ചക്കറി സംഭരണവും വിതരണവും നിലച്ചതോടെ വില പിടിച്ചു നിർത്തുവാൻ യാതൊരു സംവിധാനവും ഇല്ലാതായി. കുട്ടികൾക്ക് നൽകുന്ന 5 കിലോ സൗജന്യ അരി 4 ആക്കി കുറച്ചു. ഓണാവധിക്ക് സ്കൂളുകൾ അടച്ചിട്ടും അത് വിതരണം ചെയ്തിട്ടില്ല. 16.5 ലക്ഷം വീട്ടമ്മമാരെ ബാധിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കി. ക്ഷേമ പെൻഷൻ ഓണത്തിന് മുമ്പ് ലഭിക്കുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ല. ഇതിനൊപ്പം പട്ടികവർഗ വിഭാഗങ്ങളിലെ 60 വയസ്സ് പിന്നിട്ടവർക്ക് നൽകിയിരുന്ന 1000 രൂപ ഓണസമ്മാനവും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ക്ഷേമനിധി ആനുകൂല്യങ്ങളും പ്രത്യേക ഓണക്കിറ്റും മുടങ്ങുന്ന നിലയുണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ ഓണം പടിവാതിക്കലെത്തി ഈ വേളയിലെങ്കിലും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന ഉപദേശവും അദ്ദേഹം നൽകുന്നുണ്ട്. പൊതുവിതരണ ശൃംഖല വഴിയും സഹകരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയും വിപണിയിൽ കാര്യമായി ഇടപെട്ട് ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും എല്ലാ മലയാളികൾക്കും അല്ലലില്ലാതെ ഓണം ആഘോഷിക്കുവാൻ
ചെയ്യുവാൻ സർക്കാർ വഴിയൊരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന് ഇതിനോടകം 4400-ലധികം കമൻറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കമൻറ്റുകളിൽ ബഹുഭൂരിപക്ഷവും ഏറെക്കുറെ 99% പിണറായിയെ പരിഹസിക്കുകയും വിമർശിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മുമ്പെങ്ങും ഇല്ലാത്ത വിധം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഉണ്ടാകാത്ത വിധം സപ്ലൈകോയിൽ സാധനങ്ങൾ കുമിഞ്ഞുകൂട്ടി സംഭരിപ്പിക്കുവാനും അത് ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ UDF സർക്കാർ വിജയകരമായി തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. 2 ലിറ്റർ വെളിച്ചെണ്ണയാണ് സബ്സിഡി നിരക്കിൽ, അതായത് വിപണി വിലയേക്കാൾ ഏറെക്കുറെ 60 രൂപ കുറവിൽ, ലിറ്ററിന് 60 രൂപ കുറവിൽ സർക്കാർ ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. അതുപോലെ തന്നെ 2 മാസത്തേക്കുള്ള പഞ്ചസാര ഒരുമിച്ച് ഓണക്കാലത്ത് വാങ്ങുവാനുള്ള സൗകര്യവും അതിന് വലിയ നിലയിലുള്ള സബ്സിഡിയും സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പുറം 13 ഇനങ്ങൾക്ക് കൃത്യമായി സബ്സിഡി നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിലയുമായി വിലവിവര പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ 13 ഉൽപ്പന്നങ്ങൾക്കും ഇത്തവണ അതിനേക്കാൾ ഏറെ കുറഞ്ഞ ഒരു നിരക്കിലാണ് സർക്കാർ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 13 ഐറ്റങ്ങളും സപ്ലൈകോയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു സവിശേഷത. കഴിഞ്ഞ വർഷം പല MLA-മാരും ഭരണകക്ഷി MLA-മാരും ഓണച്ചന്തകൾ ഉദ്ഘാടനം ചെയ്യുവാൻ, സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയതിനു ശേഷം ഉദ്ഘാടനം നടത്താതെ മടങ്ങുന്ന സാഹചര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അന്ന് ഓണക്കാലത്ത് സപ്ലൈകോയിൽ സബ്സിഡി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സബ്സിഡിയുള്ള ഐറ്റങ്ങൾ അല്ലെങ്കിൽ ഇനങ്ങളൊന്നും അവിടെ ലഭ്യമാക്കിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളുമായി UDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആവേശത്തോടുകൂടി സപ്ലൈകോയിലെത്തി സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാജ പ്രചാരണങ്ങൾ അവരെ സംബന്ധിച്ച് പിണറായി വിജയനോടും CPM എന്ന അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുമുള്ള എതിർപ്പും വെറുപ്പും വർദ്ധിപ്പിക്കും എന്നുള്ളതല്ലാതെ ഇത് യാതൊരു രീതിയിലും CPM-ന് ഗുണകരമാകുന്നില്ല എന്നതും വസ്തുതയാണ്. എന്നാൽ ഇതൊന്നും തിരിച്ചറിയുവാനുള്ള രാഷ്ട്രീയ കാര്യബോധം പിണറായി വിജയൻ എന്ന നേതാവിന് ഇന്നില്ല എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇനി ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയുവാൻ ഈ കമൻറ്റുകൾ ഒന്ന് കൃത്യമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അവയിൽ ചില കമൻറ്റുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രതിപക്ഷ നേതാവ് ഏതാ, പോരാളി ഷാജി ഏതാണെന്ന് തിരിച്ചറിയില്ലല്ലോ, ചെങ്കടിയുടെ പുക കണ്ടേ പോകൂ അല്ലേ എന്ന് പിണറായിയോട് പരിഹസിച്ചൊരാൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നുണ്ട്. വേറൊരാൾ പിണറായിയെ കള്ളൻ വിജയൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കരയുമ്പോൾ കണ്ണീർ വറ്റാതെ നോക്കണമെന്നും ഇനിയും ഒരുപാട് കരയാനുള്ളതാണ് എന്നുമുള്ള കമൻറ്റുണ്ട്. അയ്യോ ആരാ ഇത് പറയുന്നത്, 10 വർഷം സപ്ലൈകോ പോയി കണ്ടായിരുന്നു എന്ന് പിണറായി വിജയനോട് പരിഹാസ രൂപത്തിൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഡോണ്ട് ട്രൈ ടു ഫൂൾ മല്ലൂസ്, പീപ്പിൾ ആർ ലാഫിങ് ഓൺ യു. താങ്കൾ മലയാളികളെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ താങ്കളെ ജനങ്ങൾ പരിഹസിച്ച് പുച്ഛിക്കുകയാണ്, പരിഹസിച്ച് ചിരിക്കുകയാണ് എന്നൊരു കമൻറ്റ് വരുന്നുണ്ട്. സാർ ഇതിപ്പോൾ കേരളത്തിൽ തന്നെയല്ലേ ഉള്ളത്, ഒന്ന് അടുത്തുള്ള സപ്ലൈകോയിലൊക്കെ പോയി നോക്കാൻ പറയുന്ന ഒരു കമൻറ്റ് വരുന്നുണ്ട്. പിന്നെ UDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്താണെന്ന് വിവരിക്കുന്ന വളരെ വിപുലമായ ഒരു കമൻ്റ് ഉണ്ട്. ഓരോ പോയിന്റ് എണ്ണി പറയുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം, ശമ്പള അഡ്വാൻസ്, ബോണസ് വർധനവ്, ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവബദ്ധ, ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശ പ്രതിനിധികൾക്ക്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രത്യേക ഉത്സവബദ്ധ, പോലീസുകാർക്ക് ഡ്യൂട്ടി അലവൻസ് ഇരട്ടിയാക്കി, ഓണക്കിറ്റ്, സപ്ലൈകോയിൽ 13 ഐറ്റം സബ്സിഡിയിൽ 2 മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങുവാനുള്ള അവസരം, ആവശ്യത്തിന് സാധനങ്ങളും റെക്കോർഡ് സെയിലും, കുടുംബശ്രീ ഓണച്ചന്തകൾ, ഓണം സമൃദ്ധിയാൽ നിറയുന്നത് കാണുന്ന കയറുപിരി ശാസ്ത്രജ്ഞൻ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സതീശ എന്ന് ചോദിച്ചുകൊണ്ടാണ് UDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഒരു കമൻറ്റിൽ വിശദീകരിക്കുന്നത്. മറ്റൊരു കമൻറ്റ് ഇംഗ്ലീഷിൽ തന്നെയാണ്. ഐ സ്ട്രോങ്ലി റിക്വസ്റ്റ് യു ടു റീഡ് ദി എൻറ്റയർ മെസ്സേജ് വൺസ്. കമൻറ്റുകളാണ്. ആൻഡ് ദെൻ റീഡ് ദി എൻറ്റയർ കമൻറ്റ്സ്. ഇറ്റ്സ് എ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ടു റിയലൈസ് യുവർ സെൽഫ്. താങ്കൾക്ക് താങ്കളെ തന്നെ തിരിച്ചറിയുവാൻ ഈ പോസ്റ്റും ഈ കമൻറ്റുകളും ഒന്ന് ഇരുത്തി വായിച്ചാൽ കഴിയും എന്ന നിലയിലാണ് അഭിപ്രായ പ്രകടനം. കഴിഞ്ഞ 10 കൊല്ലം ഒരു വകുപ്പും ഏത് രൂപത്തിലാണ് പോയിരുന്നതെന്ന് താങ്കൾക്ക് അറിയില്ലായിരുന്നു അല്ലേ എന്നൊരു പരിഹാസ കമൻ്റുണ്ട്. പിണറായി 30 വർഷം ഭരിച്ചാലും ഇതുപോലെ ഒരു ഓണക്കാലം സ്വപ്നം കാണാൻ കഴിയില്ല എന്നൊരു കമൻ്റുണ്ട്. സർ, ജനങ്ങൾ ഹാപ്പിയായി ഓണം ആഘോഷം നടത്തുന്നു, കാരണം ഈ ഗവൺമെൻറ് നടത്തിയ ഇടപെടൽ കൊണ്ടാണ് ഹാപ്പി ഓണം എന്നിങ്ങനെ ഈ 4400 കമൻറ്റിൽ 99% കമൻറ്റുകളും പിണറായി വിജയനെ പരിഹസിക്കുന്ന കമൻറ്റാണ്. പിണറായി വിജയൻ എന്ന നേതാവ് ദയവായി ഈ കമൻറ്റുകൾ വായിക്കുവാൻ സമയം കണ്ടെത്തണം. അദ്ദേഹത്തിന് വേണ്ടി വീറോടെ വാദിക്കുന്ന, CPM-ന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന, UDF സർക്കാരിനെ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് തകർക്കുവാൻ ശ്രമിക്കുന്ന അന്തം കമ്മികളും ഈ കമൻറ്റുകൾ വായിച്ചു നോക്കേണ്ടതാണ്. ജനവികാരം മനസ്സിലാക്കി കൃത്യമായി തിരുത്തൽ വരുത്തി മുൻപോട്ട് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ
അടുത്ത ഓണത്തിനും ഇതേ ഗതി തന്നെയാകും നിങ്ങൾക്കുണ്ടാകുക എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.